1957 ആഗസ്റ്റ് 27 മോസ്കോയിലെ ബോൾഷായ് തിയേറ്റർ. നിക്കോളായ് ബുൾഗാനിൻ, നികിത ക്രൂഷ്ചേവ്, മറ്റ് റഷ്യൻ മന്ത്രിമാർ, റഷ്യയിലെ അന്നത്തെ ഇന്ത്യൻ അംബാസിഡർ KPS മേനോൻ തുടങ്ങിയ പ്രമുഖർ അടങ്ങുന്ന വലിയൊരു പ്രേക്ഷക വൃന്ദം ഇന്ത്യയിൽ നിന്നുള്ള സാംസ്കാരിക സംഘത്തിന്റെ കലാപ്രകടനം കാണാൻ അവിടെ എത്തിയിരുന്നു. ഇവർക്ക് മുന്നിൽ മുടി നീട്ടി വളർത്തിയ ഒരു മനുഷ്യൻ നവരസാഭിനയവുമായി എത്തി. ജലം, മത്സ്യം, സിംഹം, വണ്ട്, ആന എന്നിവയെ മുദ്രകളിലൂടെ ആവിഷ്കരിച്ച കലാകാരൻ റഷ്യൻ കലാസ്വാദകരെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചു. ശേഷം ബീസ്റ്റ് എന്ന് അലറിയ ജനക്കൂട്ടത്തിന് മുന്നിലേക്ക് മുടികോതിയൊരുക്കിയ പൂച്ചൂടിയ സുന്ദരിയായി വീണ്ടും അദ്ദേഹത്തിൻ്റെ വിസ്മയ നടനം. ഒടുവിൽ മഹാബലി വാമന കഥ 2 കഥാപാത്രങ്ങളായി മാറി മാറി ഗോപിനാഥ് അവതരിപ്പിച്ചു. ഇതുകണ്ട പ്രധാനമന്ത്രി നിക്കോളായ് ബുൾഗാനിൻ ചോദിച്ചു, കമ്മ്യൂണിസം ഇന്ത്യയിലാണോ ആദ്യമുണ്ടായത്? ഭാരതീയ നൃത്തനൃത്യ നാട്യത്തിൻ്റെ ശാസ്ത്രീയവും പ്രായോഗികവും സിദ്ധാന്തപരവുമായ കാര്യങ്ങളെ അവലംബിച്ച് അഭിനയാങ്കുരം, ക്ലാസിക്കൽ ഡാൻസ് പോസസ് ഓഫ് ഇന്ത്യ, അഭിനയ പ്രകാശിക, കഥകളി നടനം, നടന കൈരളി, താളവും നടനവും എന്നീ 6 പുസ്തകങ്ങൾ ഗുരു ഗോപിനാഥ് രചിച്ചു. 1938 കലകൾ അഭ്യസിപ്പിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി നടന നികേതൻ സ്ഥാപിച്ചു. 1961 എറണാകുളത്ത് തുടങ്ങിയ വിശ്വകലാകേന്ദ്രം പിന്നീട് 1963 തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലേക്ക് മാറ്റി. ലളിത, പത്മിനി, രാഗിണി, യാമിനി കൃഷ്ണമൂർത്തി, പത്മ സുബ്രഹ്മണ്യം, ഡാൻസർ ചന്ദ്രശേഖരൻ, ഭവാനി ചെല്ലപ്പൻ, വേണുജി എന്നിങ്ങനെ അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായ ഒരുപാട് ശിഷ്യരും ഗുരു ഗോപിനാഥിനുണ്ട്. കർഷക തൊഴിലാളി മുതൽ തിരുവിതാംകൂർ മഹാരാജാവും റഷ്യൻ പ്രധാനമന്ത്രി വരെയുള്ള സമൂഹത്തിന്റെ എല്ലാ തട്ടുകളിലുമുള്ള മനുഷ്യരെ തന്റെ കലയാൽ രസിപ്പിച്ച ആ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ തികഞ്ഞ ഒരു കലാകാരനായി നിരന്തരമായി തന്റെ നൃത്തസബരിയിൽ മുഴുകി ജീവിച്ച മഹാനായ കലാകാരൻ 1987 ഒക്ടോബർ മാസം 9-ാം തീയതി ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ഭാരതോത്സവത്തിൽ രാമായണം ബാലെ അവതരിപ്പിച്ചു. ഇതിഹാസത്തിലെ ദശരഥനായി അരങ്ങിൽ കാണികളെ അമ്പരപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ പ്രകടനം അന്നും കാഴ്ചവെച്ചു. 10,000-ങ്ങളെ തന്റെ അപൂർവ കലാപ്രകടനങ്ങളാൽ വിസ്മയിപ്പിച്ച മഹാനായ കലാകാരൻ ഇതേ അരങ്ങിൽ ദശരഥനായി തന്നെ അരങ്ങൊഴിഞ്ഞു. സ്വന്തം ജീവിതം തന്നെ വലിയൊരു കലാസൃഷ്ടിയാക്കിയാണ് ഗുരു കടന്നുപോയത്.